Hello, welcome back to Mrs. Malabar. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ബർഗറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്ലാക്ക് ബർഗർ അല്ലെങ്കിൽ ഗോസ്റ്റ് ബർഗർ എന്നൊക്കെ പറയും. പണ്ടൊക്കെ ഇത് ഹലോവിൻ ഡേയ്സിൽ സ്പെഷ്യൽ ആയിട്ട് സെർവ് ചെയ്തിരുന്ന ഒരു ബർഗറാണ്. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ സമയത്തും നമുക്ക് കിട്ടാനുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ബർഗർ ബണ്ണ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് അരക്കപ്പ് നേരെ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അരക്കപ്പ് ചൂടുള്ള പാലുമാണ് ഒഴിക്കുന്നത്. രണ്ടും നേരെ ചൂട് മതി കേട്ടോ, വല്ലാതെ ചൂട് കൂടേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. പഞ്ചസാര അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് ഇടുന്നതിന് മുന്നായിട്ട് ആ പാലിൻ്റെ വെള്ളത്തിൻ്റെ ചൂടൊന്ന് തൊട്ട് നോക്കുക. കൈ കുത്തി കഴിഞ്ഞാൽ നമുക്ക് ചൂട് ഫീൽ ചെയ്യാൻ പറ്റണം, എന്നാൽ നല്ല ചൂടുണ്ടാവും ചെയ്യരുത്. ഇങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞ് ഈ പാലിന് ചൂട് കൂടുതലാണെങ്കിൽ ഡെഡായിട്ട് പോവും, പിന്നെ ഫെർമെൻ്റായിട്ട് കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഒരു കോഴിമുട്ട ഇട്ട് കൊടുക്കുക. ഒരു വിസ്ക് വെച്ചിട്ട് ഈ കോഴിമുട്ടയും പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ചെറിയൊരു ടേസ്റ്റ് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒലിവ് ഓയിൽ ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുക. സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കോക്കനട്ട് ഓയിൽ ചേർക്കരുത് കേട്ടോ, അതാകുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ അല്ലാത്ത ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ട് അത് ഇതിൽക്കായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സ് ആക്കി കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാനിപ്പം ഒഴിച്ചിട്ടുള്ളത്. ഓയിൽ ചേർത്ത് ബീറ്റായി കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കേണ്ടത്. അളവ് ഒരു മെയിൻ സംഭവമാണിതിൽ. അളവ് തെറ്റിക്കഴിഞ്ഞാൽ സോഫ്റ്റ്നെസ്സിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ കറക്റ്റ് അളവായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദപ്പൊടി നമുക്ക് 3 കപ്പാണ് വേണ്ടത്. നമ്മുടെ മെഷറിംഗ് കപ്പിലുള്ള 3 കപ്പാണ് എടുക്കേണ്ടത്. അത് കുറച്ച് കുറച്ചായിട്ട് ഇതിൽക്കിട്ടിട്ട് ഇങ്ങനെ വിസ്ക് വെച്ച് മിക്സാക്കി കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിടണ്ട. ആദ്യം 1 കപ്പ് ഫ്ലോർ എടുത്തിട്ട് ഇങ്ങനെ ഇത്തിരി ഇട്ട് അത് മിക്സ് ആക്കിയതിന് ശേഷം ബാക്കിയായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടുള്ള മാവാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പോൾ പൊടി കുറവാണോ എന്ന് വിചാരിച്ചിട്ട് ഇനി ഇട്ട് കൊടുക്കണ്ട. ഒരു 3 കപ്പ് ഇട്ടാൽ തന്നെ പാകമായിട്ട് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വിസ്ക് വെച്ചിട്ട് മിക്സാക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് എത്തും. അപ്പോൾ കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ അങ്ങനെ കുഴച്ചെടുക്കുക. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് അങ്ങനെ മാവാക്കി കുഴച്ചാലും മതി. ഒരു 10 മിനിറ്റെങ്കിലും ഇത് നല്ല പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ പാത്രത്തിലിട്ട് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ കൗണ്ടർ ടോപ്പിലേക്ക് ഇടുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് നീഡ് ചെയ്തെടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം ചേർത്ത് കൊടുക്കുന്നത്. ഫുഡ് കളർ, ബ്ലാക്ക് ഫുഡ് കളറാണ് വേണ്ടത്. ബ്ലാക്ക് ബർഗർ ആണല്ലോ, അപ്പോൾ ബ്ലാക്ക് കളറാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് ശരിക്കും നമ്മുടെ ആ ലിക്വിഡിലേക്ക്, അതായത് ആ പാലിൻ്റെ മിക്സിലേക്ക് ഇറ്റിച്ച് കൊടുക്കുന്നതിനോ നന്നായി. ഇനി അത് എന്നാൽ പിന്നെ ഈ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി പിന്നെ പോലെ എങ്ങോട്ടും മറന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലും നമുക്ക് ചേർത്തിട്ട് നല്ല പോലെ കുഴച്ചെടുക്കാം. ഇപ്പം ചേർക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ കുറേ സമയം വെച്ചിട്ട് കുഴച്ചാലേ ഇത് മൊത്തത്തിൽ മിക്സ് ആയിട്ട് കിട്ടുള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന സമയത്ത് ആ പാലിൻ്റെ മിക്സിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി മറന്നിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചേർത്താലും പ്രശ്നമില്ല. എന്നിട്ട് അത് നല്ലൊരു ബോളാക്കി ഉരുട്ടിയതിന് ശേഷം കുറച്ച് ഓയിൽ തടവിയിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നനവുള്ള തുണിയുണ്ടോ അല്ലെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പോ ഉണ്ടോ ഈ പാത്രത്തിൻ്റെ മേൽഭാഗം ഇങ്ങനെ നല്ല പോലെ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. മാക്സിമം 4 മണിക്കൂർ അത്ര സമയം വെച്ചാൽ മതി. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് പാത്രത്തിൻ്റെ മേൽഭാഗം വരെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കൈ വെച്ചിട്ട് ഒരു പഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ബലൂണിൽ നിന്ന് കാറ്റ് പോകുന്ന പോലെ ഇങ്ങനെ താന്ന് വരും. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. സൈഡ്സിൽ നിന്നൊക്കെ ഇങ്ങനെ വിടിയിപ്പിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചാൽ മതി. നേരത്തെ ചെയ്ത പോലെ ഓവറായിട്ടൊന്നും കുഴക്കണ്ട. ഒന്ന് മെല്ലെ റെഡിയാക്കി എടുക്കുക കൗണ്ടർ ടോപ്പിലിട്ടിട്ട്. നമുക്കിതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മുറിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീളത്തിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് 2 സൈഡിൽ നിന്നും ഇങ്ങനെ ഉരുട്ടിയിട്ട് ഉള്ളിലേക്കായിട്ട് കൊണ്ടുവരണം. മടക്കി മടക്കി ഉള്ളിലേക്കായിട്ട് കൊണ്ടുവരിക.
ഇനി ആ മടങ്ങി കിടക്കുന്ന രണ്ട് ഭാഗവും കൈ വെച്ച് പിൻ ചെയ്തിട്ട് സീൽ ചെയ്ത് കൊടുക്കുക. അതാ ഇതുപോലെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക. അതിനുശേഷം നമുക്കിതിൽ നിന്ന് 8 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം ചെറിയ സൈസുള്ള ബർഗറാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറുത് നമുക്ക് 8 എണ്ണം ഉണ്ടാക്കാം. നിങ്ങൾക്ക് വലുതാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 6 എണ്ണോ 7 എണ്ണോ ഒക്കെ ആക്കിയെടുത്താൽ മതി. ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം ഓരോ ബോളായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കായിട്ട് മടക്കി അടിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക. ഒരു ബോൾ രൂപത്തിൽ ആക്കിയെടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാതും ചെയ്തെടുക്കാം. എന്നിട്ടത് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ മേലെ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കണം. എല്ലാതും ബോൾസാക്കി കഴിഞ്ഞാൽ നമുക്കതൊരു 30 മിനിറ്റും കൂടെ ഇനിയും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അത് ബേക്കിംഗ് ട്രേയിലാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ഓയിലാക്കിന് എന്നിട്ട് ഒരു ബേക്കിംഗ് പേപ്പറും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലൊക്കെയായിട്ട് നമ്മുടെ ആക്കിയിട്ടുള്ള ബോൾസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് നമ്മളത് എടുക്കുന്നില്ല, നേരിട്ട് കൊണ്ടുപോയിട്ട് ബേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യണത് അതിൽ ഇതേപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേൽഭാഗത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യും വേണേ ആ ബണ്ണിൻ്റെ ഷേപ്പിലേക്കായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് കേക്ക് ആക്കുന്ന പോലെയും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. 4 എണ്ണം ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ബാക്കി ഉള്ളത് അവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്ത് വെച്ചാണ്. മറ്റത് ഒരു ക്ലോത്ത് വെച്ചിട്ടാണ്, നനവുള്ളൊരു തുണി വെച്ചിട്ടാണ് അത് കവർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് രണ്ടും നമുക്കൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നേണ്. ഇനി ഇതിൻ്റെ മേലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലെടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ട് അതിൽക്കൊരു 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഒരു ബ്രഷ് വെച്ചിട്ട് ഇതിൻ്റെ മേലെ ആ പാല് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് മുട്ടയും യൂസ് ചെയ്യാം. ഈ ബണ്ണിനൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് വെളുത്ത എള്ള് ഓരോ ബണ്ണിൻ്റെ മേലായിട്ടും ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇതിൻ്റെത് OTG അവനാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം സമയം പ്രീ ഹീറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റോളം 200 ഡിഗ്രി സെൽഷ്യസിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുത്തേന്. എന്നിട്ട് അതിൽക്കായിട്ട് നമ്മുടെ ഈ ട്രേ വെച്ച് കൊടുത്തിട്ട് അത് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റോളം ടൈം സെറ്റ് ചെയ്യുക. 15 മിനിറ്റാണ് ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത്. 190 ഡിഗ്രിയിൽ മേലത്തെയും താഴത്തെയും കോയിൽ വറുക്കാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. 15 മിനിറ്റാണ് കേട്ടോ, സമയം മാറിപ്പോണ്ട. ചില അവനിൽ ഈ കോയിൽ വർക്കാവുന്നത് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, സാധാരണ എങ്ങനെയാണോ വെക്കൽ അതേപോലെ വെച്ചാൽ മതി. അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മേലെ തൊട്ട് നോക്കിയാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇതിൽ നിന്നായിട്ട് എടുത്ത് മാറ്റുകയാണ്. പിന്നെ നമ്മൾ ഇത് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യണത് ഞാനിപ്പോൾ കാണിക്കണില്ല. അത് സാധാരണ നമ്മൾ ചെയ്യൂലേ, ഇങ്ങനെ എന്താ പറയുക, കേക്കൊക്കെ വെക്കുന്ന പോലെ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് തട്ട് വെച്ചിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് കവർ ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ഒരു 20-25 മിനിറ്റ് എടുക്കും. സ്റ്റൗ ടോപ്പിലാകുമ്പോൾ കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ നല്ല അടിപൊളി ബണ്ണായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ബണ്ണ് മുഴുവൻ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല എയറി ആയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് പോയിട്ട് പിന്നെയും വീർത്ത് വരുന്ന ആ ഒരു ടൈപ്പ് ബണ്ണ് തന്നെയാണ്. ഇതിൽ നമ്മൾ കളർ ചേർത്തിട്ടുണ്ടെന്നുള്ളൊരു ഫാക്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നോർമലായിട്ടുള്ള സംഭവങ്ങളാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഞാൻ ബർഗർ പാറ്റീസ് റെഡിയാക്കാണ്. അതിൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് സെപ്പറേറ്റ് കാണണം എന്നുള്ളവർക്ക് ഞാൻ വീഡിയോൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിക്കുകയാണ്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ റെസിപ്പിയും കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാർക്ക് 2 വലിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു 5 വെളുത്തുള്ളി, പിന്നെ 2 വറ്റൽമുളക്, ഇത്തിരി ഉപ്പ്, ഇത്തിരി വിനീഗർ, അത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മെഷർമെൻ്റൊക്കെ താഴെ ഉണ്ടാവുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതിൽ നോക്കിയാൽ മതി. ഇനി ഇതൊന്ന് അടിച്ചെടുത്ത് വന്നിട്ട് നമുക്കിതിൽക്കായിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ബോൺലെസ് പീസസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതൊരു 500 ഗ്രാമോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പൾസിലിട്ടിട്ട് ഇങ്ങനെ നിർത്തി അരച്ചെടുത്താൽ മതി. പിന്നെ ഇതിൽ നമ്മൾ വിനീഗർ ചേർത്തിക്കണത് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വിനീഗർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീരും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതൊരു ബൗളിലേക്കായിട്ട് മാറ്റി കൊടുക്കുകയാണ്.
ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5-6 സ്ലൈസ് ബ്രെഡ് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചിക്കനിലേക്ക് ഒരു കോഴിമുട്ട ചേർത്തിട്ട് അതും ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒരു ബൈൻഡിങ് ഏജൻറ്റ് പോലെയാണ് നമ്മളിപ്പം മുട്ട ചേർത്തിട്ടുള്ളത്. നിങ്ങൾ ഓൾറെഡി ബർഗർ പാറ്റീസിൻ്റെ റെസിപ്പി കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തോളിട്ടോ, അടുത്ത പാർട്ടിലേക്ക് സ്കിപ്പ് ചെയ്ത് പോയിക്കോളി. ഇനി നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം കൈവച്ച് കുഴച്ചെടുക്കുക. ഇതിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്കിതിൽ നിന്ന് ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ട് അത് കയ്യിൽ വെച്ച് നമ്മുടെ ബർഗർ പാറ്റീസിൻ്റെ ഷേപ്പിലേക്കാക്കി പരത്തിയെടുക്കുക, കുറച്ചൊരു കട്ടിയുള്ള പോലെ. പിന്നെ നമ്മുടെ ബർഗർ ബൺ എത്രയാണോ സൈസ് വരുന്നത് ആ ഒരു സൈസിൽ വേണം പാറ്റീസ് ഉണ്ടാവാൻ, അല്ലെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. ചെറുതാണെങ്കിൽ ഉള്ളിലേക്ക് നിന്നിട്ട് കാണുമില്ല. അപ്പോൾ ഏതാണ്ട് ആ ഒരു സെയിം സൈസിലാക്കിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ഈ മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്ക് 8 ബർഗർ പാറ്റീസ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് വേണമെങ്കിൽ ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ഇത്തിരി ആയിട്ട് വെള്ളം ഒഴിച്ച് അതൊരു സ്ലറി പോലെ ആക്കിയെടുക്കുക. ഇത്തിരി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം ആക്കിയെടുക്കാൻ. ഇനി നമ്മുടെ ബർഗർ പാറ്റീസ് ഓരോന്നായിട്ട് എടുത്തിട്ട് ആദ്യം ഈ മൈദൻ്റെ മിക്സിൽ മുക്കുക, പിന്നെ അത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഇത് കുറച്ച് സമയം എടുക്കും, മെല്ലെ ചെയ്യുക. കൈ വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഈ മൈദൻ്റെ മിക്സിൽ ഇടുമ്പോൾ നമുക്ക് 2 കൈയും യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കൈ തന്നെ ബ്രെഡ് ക്രംസിൽ ഇടാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ബ്രെഡ് ക്രംസ് കുതിർന്നിട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം മൈദൻ്റെ മിക്സിലിട്ടിട്ട് പിന്നെ കൈ വാഷ് ചെയ്തതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ നമുക്ക് എല്ലതും റെഡിയാക്കി വെക്കാം. ഇപ്പം നമ്മുടെ 8 ബർഗർ പാറ്റീസും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഇടയിൽ ഇങ്ങനെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തോളം കേട് വരാതെ നിൽക്കും. ഫ്രീസറിൽ സൂക്ഷിക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഫ്രീസറിലേക്കൊന്നും വെക്കണില്ല, കാരണം ഇത് 8ഉം ഇപ്പം തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു 1-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ എടുക്കുന്നുണ്ടെങ്കിൽ താഴെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിലേക്ക് തന്നെ വെക്കുക. ഇനി നമുക്ക് ഈ ബർഗർ പാറ്റീസ് പൊരിച്ചെടുക്കാം. അപ്പോൾ ഓയിൽ ചൂടാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ട് നമ്മുടെ ബർഗർ പാറ്റീസ് ഈ ഓയിലിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കുക്ക് ചെയ്തെടുക്കുക. തീ കൂടി കഴിഞ്ഞാൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളിലെ ചിക്കൻ വെന്തിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആക്കിയെടുക്കുക. പിന്നെ ചിക്കൻ നമ്മൾ അരച്ച് ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 6-7 മിനിറ്റ് എടുക്കലുണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും സമയം നല്ലപോലെ വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബർഗർ പാറ്റീസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ ഫ്രോസൺ ആയിട്ട് വാങ്ങിക്കുന്ന ആ പാറ്റീസിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇനി അടുത്തതായിട്ട് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് കട്ട് ചെയ്തെടുക്കുകയാണ്, നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ നീളത്തിലല്ലേ നമ്മൾ കട്ട് ചെയ്തെടുക്കുക, ഒരു സ്റ്റിക്ക് പോലെയല്ലേ കട്ട് ചെയ്തെടുക്കുക. ഇതങ്ങനെയല്ല, ഞാൻ പരത്തിയിട്ടാണ് ചെയ്യണത്. കാരണം ബർഗറിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതായതുകൊണ്ട് ഇങ്ങനെ നീളത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടിക്കുന്ന സമയത്ത് അത് എന്താ പറയുക, ഒരു സുഖമായിട്ട് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ റൗണ്ടിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ കുറേ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, കാരണം ഇത് വെച്ചിട്ടാണ് മയണൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽക്കും കൂടെ വേണ്ടിയിട്ട് ആണ് ഈ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ടുള്ള മയണൈസിൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തേനെ. അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, ഒന്ന് കയറിയിട്ട് നോക്കിയാൽ മതി. ഫ്രഞ്ച് ഫ്രൈസ് ഇതാ നല്ലൊരു കളറാവുന്നവരെ നമുക്ക് പൊരിച്ചെടുക്കാം. എന്നിട്ടത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ നമുക്ക് അടുത്ത ബാച്ചും പൊരിച്ചെടുക്കാം.
ഇപ്പോൾ നമ്മുടെ ബർഗറിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പച്ചക്കറികൾ വേണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്യുക്കുംബറും പിന്നെ തക്കാളിയും ഉള്ളിയാണ് എടുക്കുന്നത്. ലെറ്റ്യൂസ് ലീഫും ഉണ്ട് കേട്ടോ. ഈ 4 സംഭവങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് കിയാർ എടുത്തിട്ട് ഉപ്പിലിട്ട് വെച്ചിനി, പക്ഷേ അത് ഇതിൽക്കായിട്ട് ചേർക്കാൻ മറന്നുപോയി. ഈ ഉപ്പിലിട്ടതിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അടിപൊളിയാണ്. അങ്ങനെ കിയാറ് മുറിച്ചിട്ടുണ്ട്. ഇനി തക്കാളി മുറിച്ചെടുക്കുകയാണ്. തക്കാളി ഇതാ ഇങ്ങനെ റൗണ്ടായിട്ട് തിൻ സ്ലൈസസ് ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഉള്ളി അതുപോലെ തന്നെ നല്ല തിന്നായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. ഉള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒഴിവാക്കി കളയാം. ഇനി നമ്മൾ ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബണ്ണായിട്ട് എടുത്തിട്ട് അതിങ്ങനെ പകുതി മുറിച്ചെടുക്കുകയാണ്. ബണ്ണിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ ബണ്ണിൻ്റെ റെസിപ്പി. കളറ് ചേർക്കാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ബർഗറിൻ്റെ ഇതിൽ കിട്ടും. അടുത്തതായിട്ട് നമ്മുടെ ബർഗർ പാറ്റീസിൻ്റെ മേലെ ചീസ് വെച്ചിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കണം. ചീസ് സ്ലൈസാണ് ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത്. ഇത് മിൽക്കി മിസ്റ്റിൻ്റെയും ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഈ ചീസ് സ്ലൈസ്. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് ആദ്യം നമ്മുടെ ബർഗർ പാറ്റീസ് വെക്കുക. എന്നിട്ട് ഒരു പീസ് ചീസ് സ്ലൈസ് അതിൻ്റെ മേലേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഞാൻ 2 പാറ്റീസാണ് ഒരു ബർഗറിൽ യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് ഒരു ബർഗറിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ബണ്ണിൻ്റെ ബേസ് എടുക്കുക. അതിൽക്കായിട്ട് ആദ്യം കുറച്ച് മയണൈസ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഹണി ചില്ലി സോസാണ് ചെയ്യുന്നത്. ഇതിപ്പം ഗോസ്റ്റ് ബർഗർ എന്നൊക്കെ നമ്മൾ പേരിടുന്നതുകൊണ്ട് കുറച്ചൊരു സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഹണി ചില്ലി സോസ് വെച്ചിട്ടുണ്ട്. ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ കെച്ചപ്പിൽ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് മിക്സ് ആക്കിയാലും മതി, അല്ലെങ്കിൽ കെച്ചപ്പായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കിയാറും ലെറ്റ്യൂസിൻ്റെ ലീഫും വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 പീസൊക്കെ വെച്ചാൽ മതി. ഇനി നമ്മുടെ ചീസ് മെൽറ്റാക്കിയിട്ടുള്ള ആ ബർഗർ പാറ്റീസും ഇതിൻ്റെ മേലേക്കായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു തക്കാളിൻ്റെ പീസ് വെക്കുക. അതിനുശേഷം മറ്റേ ബണ്ണിൻ്റെ ഒരു ബേസ് പാർട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെയും മയോണൈസും ചില്ലി സോസും ആക്കി കൊടുത്തതിന് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിങ്ങനെ ലെയർ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ വലിയൊരു ബർഗറായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കുഞ്ഞു ബർഗറായിട്ടും ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഇതാ കിയാറിൻ്റെ മേലെ കുറച്ച് ചില്ലി സോസ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മയണൈസും ആക്കി അടുത്ത ബർഗർ പാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ട് ലെറ്റ്യൂസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബർഗർ പാറ്റി വെച്ചു. പിന്നെ ഒരു തക്കാളി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബർഗറിൻ്റെ ബണ്ണിൻ്റെ മേൽഭാഗവും വെച്ചിട്ട് ക്ലോസ് ചെയ്ത് ഇനി ഇത് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ക്യൂവർ ഉള്ളിലൂടെ കുത്തി കൊടുത്തേനെ കേട്ടോ. അപ്പോൾ നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരെണ്ണം കൂടെ ആക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ 2 ബ്ലാക്ക് ബർഗറും റെഡി ആയിട്ടുണ്ട്. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ അധികം ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് രസം വരിക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. ഒരു വെറൈറ്റി ആയിട്ടുള്ള ബർഗറാണ്, നമുക്ക് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി നോക്കാം. അതായത് ഈ കളർ ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാം, അത്രയും ടേസ്റ്റ് ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ ബർഗർ പാറ്റീസ് അടിപൊളിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ ഉണ്ടായിനത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.